ഗൈസ്, എൻ്റെ വീട്ടിലെ ഇന്നത്തെ രാവിലെ കണ്ടാലോ? ഇന്നത്തെ രാവിലെയും കൂടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കാര്യം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് വക്കത്തോട്ട് പോകും. ഇന്ന് അരിയൊക്കെ ഇടാൻ ലേറ്റായി. കാര്യം ഇന്ന് അമ്മ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഇടിയപ്പം മുട്ടക്കറിയായിരുന്നു. പിന്നെ ബാക്കി വന്ന മാവിൽ അമ്മ ഗുണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. തിങ്കളിന് ഇന്നും കൂടെ എക്സാം ഉള്ളൂ. ഇന്നത്തോടെ തിങ്കൻ്റെ സ്കൂൾ അടയ്ക്കും. തിങ്കൾ ഇവിടെ നിന്നാണ് പോയത് കേട്ടോ. അതുകൊണ്ട് കാപ്പിയൊക്കെ കുടിച്ചിട്ട് സമാധാനപരമായാണ് പോയത്. മറ്റേത് അവിടെയാണെങ്കിൽ കാപ്പിയൊക്കെ കൊണ്ടുപോകില്ല. പിന്നെ ഇന്നത്തെ മീനെന്ന് പറയുന്നത് കുഞ്ഞൻ മത്തിയാണ്. പിന്നെ അയലയുണ്ട്. അയലയമ്മ പൊരിക്കും കേട്ടോ. കുഞ്ഞൻ മത്തിയും കുഞ്ഞൻ നെത്തോലിയൊക്കെയാണ്. മാങ്ങയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ പറിച്ചു കൊടുക്കുക, തോരത്തിന് അരിഞ്ഞു കൊടുക്കുക, അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് മടിയാണ്. പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മളെ വീട്ടിലെ മാവാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ടെറസിൻ്റെ മേളിലാണ് ചാഞ്ഞ് കിടക്കുന്നത്. അടുപ്പിലാണ് കേട്ടോ മീനൊക്കെ വയ്ക്കുന്നത്. മിക്കതും ഇവിടെ അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഗ്യാസ് ഉണ്ടെങ്കിലും ഗ്യാസ് ഇല്ലെങ്കിലും അടുപ്പിൽ തന്നെയാണ് വയ്ക്കുന്നത്. അടുപ്പിൽ വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ, വറ്റിച്ചാണ് എടുക്കുന്നത്. പിന്നെ ഇന്ന് ചക്കയുണ്ട്. ചക്ക ഇന്നലെ അപ്പുറത്തെ വീട്ടിലെ പ്ലാവിൽ നിന്ന് ചക്ക അപ്പുറത്തെ വീട്ടിലെ മാമൻ തന്നതാണ്. പിന്നെ ഇന്ന് തോരനുണ്ട് കേട്ടോ, ബീട്രൂട്ട് തോരനുണ്ട്. മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. അതിന് ശേഷം അമ്മ എല്ലാം കൂടെ ഒത്ത് കടുവറുത്ത് വയ്ക്കും. എന്നിട്ട് എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ അമ്മ ചെയ്യുന്നത്. പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ പിന്നെ പൊരിച്ച മീനുണ്ട്. പിന്നെ ചക്ക ഉണ്ടെങ്കിൽ പിന്നെ എന്തായാലും രസം മസ്റ്റാണ് അമ്മയ്ക്ക്.